ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഫുട്ബോൾ ടീമാണ് ഫ്രാൻസ്. ഫുട്ബോളിലെ ആ ഫ്രഞ്ച് വിപ്ലവത്തിന് കരുത്തായത് ദിദിയർ ദശാംസ് എന്ന മാനേജറുടെ നിശബ്ദ സാന്നിധ്യമാണ്. ഈ ലോകകപ്പിൽ വമ്പന്മാർ പലരുണ്ട്. എന്നാൽ ഏറ്റവും പേടിക്കേണ്ട ടീം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലേ ബ്ലൂസ് എന്ന വിളിപ്പേരിൽ ലോകം കീഴടക്കുന്ന ഫ്രഞ്ച് പട. എംബാപ്പയും ഡെംബേലയും ഒലീസയും ബാർക്കോളയും ഒക്കെ അടങ്ങുന്ന ആ സംഘം വെടിക്കോപ്പുകളെക്കാൾ സ്ഫോടന ശേഷിയുള്ളതാണ്. ഈ താരങ്ങളെയൊക്കെ ലോകം ആഘോഷിക്കുമ്പോൾ ആരവങ്ങളോ ആഘോഷമോ ഇല്ലാതെ സൈഡ് ലൈനിന് പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. അയാളാണ് ആ ടീമിന്റെ എൻജിൻ. അതെ, ലോകം കണ്ട ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ മാനേജർ. അയാളുടെ പേര് ദിദിയർ ദശാംസ്. ക്യാപ്റ്റനായും പരിശീലകനായും ലോകകപ്പ് നേടിയ അപൂർവ മനുഷ്യൻ. അങ്ങനെ നേട്ടങ്ങൾ പലതുണ്ട് ദശാംസിനെ ആഘോഷിക്കാൻ. പക്ഷേ എന്തുകൊണ്ടോ ആൻസലോട്ടിക്കോ സ്കലോണിക്കോ നാഗൽസ്മാനോ ഒന്നും കിട്ടുന്ന പരിഗണന ദശാംസിന് കിട്ടാറേയില്ല. അതിൽ അയാൾക്ക് വേദനയോ നിരാശയോ ഇല്ല എന്നത് വേറെ കാര്യം. ദശാംസിനെ വേണമെങ്കിൽ നമുക്ക് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നു തന്നെ വിളിക്കാം. കാരണം പല വിധത്തിലുള്ള ഈ ഗോളുകളിലൂടെ കടന്നു പോകുന്ന ഇത്രയും സൂപ്പർ താരങ്ങളെ ഒരു കുടക്കീഴിൽ കളിപ്പിക്കുക ചില്ലറ കാര്യമല്ല. എന്തുകൊണ്ടാണ് എംബാപ്പെ PSG വിട്ട് റയലിലേക്ക് പോയതെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ദശാംസ് ചെയ്യുന്ന പണി അത്ര എളുപ്പമല്ല എന്ന്. എല്ലാവരും സ്വന്തം നിലയ്ക്ക് കളിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിനെപ്പറ്റി ശേഷിയുള്ളവർ. പക്ഷെ എന്നിട്ടും ദശാംസിന് മുന്നിൽ അവർ അനുസരണയുള്ള കുട്ടികളാകുന്നു. കോച്ച് പറയുന്നതിനപ്പുറം അവർക്ക് സ്വന്തം ആഗ്രഹങ്ങളില്ല. ഒരു മാലയിലെ മുത്തുകൾ എന്നോണം ഫ്രഞ്ച് നിരയെ അയാൾ കോർത്തിണക്കി. അതുകൊണ്ടാണ് ഗോൾ നേടിയതിനു ശേഷം എംബാപ്പെ ഓടിയെത്തി ദശാംസിനെ കെട്ടിപ്പുണരുന്നത്. തിരിച്ച് തന്റെ കളിക്കാരെയും അയാൾ ബഹുമാനിക്കുന്നു. കളിക്കാരുടെ ശൈലി മനസ്സിലാക്കി അവരുടെ കഴിവുകളെ തന്റെ മുൻഗണനയിലേക്ക് കൊണ്ടുവരുന്നതാണ് ദശാംസിന്റെ ശൈലി. ജയത്തിന് കുറുക്കു വഴികളില്ലെന്നും നന്നായി കളിച്ചാൽ നിങ്ങൾ ടീമിലുണ്ടാകുമെന്നും കളിക്കാർക്ക് ഉറപ്പു നൽകുന്ന മാനേജർ. ടാലന്റുകളുടെ കുത്തൊഴുക്കാണ് ഫ്രഞ്ച് നിരയിൽ. ആ ടാലന്റുകളെ കൂട്ടിയിടിക്കാതെ മുന്നോട്ട് നയിക്കുന്ന നയതന്ത്രത്തിന്റെ പേരാണ് ദിദിയർ ദശാംസ്. ടച്ച് ലൈനിനരികിൽ നിശബ്ദനായി അയാൾ നിൽക്കുന്നുണ്ട്. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മാരകമായ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ ഉടയോനായി.